Good morning. Morning, Miss. Good morning. Good morning. Good morning. Good morning. Good morning. ക്ലാസ് കുറേ എണ്ണായില്ലേ? അടുത്ത മക്കളെ മടുത്തുപോയോ? ആരാ മടുത്തേ? സാവിയോ അല്ലേ? സാറില്ല കേട്ടോ. ഇനി ഇന്ന് മാത്സ് ക്ലാസ് കഴിഞ്ഞ ഇനി ക്ലാസ് ഉണ്ടോ? നോ. ഇന്ന് നീ ക്ലാസ് ഇല്ലല്ലോ? ഇല്ല അല്ലേ? അന്ന് മാത്സ് ക്ലാസ്സും കൂടി എങ്ങനെയെങ്കിലും ഇരുന്നിട്ട് പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുത്തോട്ടോ. ഫുൾ ടൈം ബാക്കി ടൈം റെസ്റ്റ് എടുത്തോ. ഓക്കെ, എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്യാ. എന്താ അതിനാ കയ്യില്? വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുക. അതുപോലെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് എടുക്കുക. ടേക്ക് യുവർ മാത്സ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചാലും മതി. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തേ മക്കളെ. അനുഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു മോളെ? ഫസ്റ്റ് ക്ലാസ്സിന് ഉണ്ടായിരുന്നോ മാത്സിന്? 8:30 ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു മിസ്, പനിയായിരുന്നു, അതുകൊണ്ട് കൂടിയില്ലായിരുന്നു. അതെയോ? ഇപ്പൊ പനി മാറിയോ? ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ബിയോണക്കും പനിയാണോ മിസ്? അപ്പൊ 8:30 പനിന്നും 11:30 പനി മാറി എന്നാണോ എഴുതേണ്ടത്? ഞാൻ കേറി നോക്കിയായിരുന്നു. അന്നേരം ഞാൻ കേറിയിട്ട് പ്രസന്റ് ഇട്ടായിരുന്നു മിസ്സേ. പ്രസന്റ് ഇട്ടാട് മുങ്ങിയതാണോ? ഞങ്ങൾ ടൈഡായി, 3 ക്ലാസ് കൂടിയിട്ട് ഞങ്ങൾ ടയേർഡായോ മോനെ? സാരമില്ല കേട്ടോ, മിസ് കുറച്ച് മാത്രം പഠിപ്പിച്ചിട്ട് വിടേ. മിസ് എന്തു ചെയ്യണ്ടേ? നിങ്ങളുടെ ചാപ്റ്റർ തീരണ്ടേ? അതുകൊണ്ടാ മിസ് ഇങ്ങനെ വന്നു കേട്ടോ. ടയേർഡ് ആയിപ്പോയോ? PT പീരീഡിന് വീണോ? ഞാൻ വിചാരിച്ചു PTക്ക് ടയേർഡ് ആയല്ലേ. ഫാത്തിമ എവിടെ പോവാ? ഫാത്തിമ ഇങ്ങോട്ടോ മുങ്ങുന്നുണ്ട്. എങ്ങോട്ടാ പോന്നേ? ട്രാവൽ ചെയ്യാണോ? അതെയോ? എന്തിനാ ഇപ്പൊ വയക്കര പോന്നേ? കേൾക്കാമോ? Can you hear me? Yes. Okay. Take your maths textbook, page number 140. 39 കഴിഞ്ഞില്ലേ? മിസ് 140. മിസ് മാത്സിന്റെ ടെസ്റ്റ് ടെസ്റ്റില്ലേ? ഇപ്പൊ പറഞ്ഞതല്ലേ? ക്ലാസ് ടെസ്റ്റോ അല്ലേ? അതല്ലേ നാസ പറയാൻ പോയത്? എത്ര പണി വിട്ടു അറിയോ നാസ അത് പറയാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടി. ഓക്കെ, പഠിച്ചോ? നിങ്ങൾ സ്പെല്ലിംഗ് പഠിച്ചോ? നോക്കട്ടെ, മിസ് ചോദിക്കാം, നിങ്ങൾ പറഞ്ഞാ മതി കേട്ടോ. എവിടെ നോക്കരുത്, എഴുതല്ല വേണ്ട. എഴുതണ്ട, കാരണം നിങ്ങൾ എഴുതിയാലേ
മിസ് നിങ്ങളുടെ ഈ ഓരോരുത്തരുടെയും എപ്പോഴാണ് തെറ്റെന്ന് മിസ്സിന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചെക്ക് ചെയ്യണ്ടേ മിസ്? ക്ലാസ് കഴിഞ്ഞു നിങ്ങളുടെ ഓരോരാളുടെ മൊബൈലിൽ വന്ന് ചെക്ക് ചെയ്യണ്ടേ? അതിലും നല്ലതെന്താണ്? ഇമ്പോസിഷൻ തരണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കേ. മിസ് ഓരോന്നായി ചോദിക്കാം. ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് ആരോടാന്നറിയോ? അങ്ങനെ പറയാൻ പാടില്ല. എല്ലാരും എനിക്ക് ഒരുപോലെ അല്ലേ? സെറാ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്ത മോളെ. ട്രയാങ്കിൾ ഓക്കെ ഗുഡ്. അമൻ മാധവന് കുറഞ്ഞു മോനെ, പനിയാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെടാ, അമൻ മാധവ് കുറഞ്ഞില്ലേ? അമന് കുറഞ്ഞോ? ഓക്കെ. ഡാനിയൽ എന്താ ചോദിക്കാൻ പോയ മോനെ? പറഞ്ഞോ. ഞാന് സ്ക്വയറിന്റെ ഇംഗ്ലീഷിന്റെ പേര് പറഞ്ഞിട്ട്. സ്ക്വയറിന്റെ സ്പെല്ലിംഗ് ഇപ്പോഴാണോ പഠിക്കുന്നേ? ബുക്ക് അടിച്ചു നോക്ക്. ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. നെക്സ്റ്റ് നാസ പറഞ്ഞേ. നാസ റെക്ടാങ്കിൾ. rectangle. Okay, good. Jovin Jomon. Circle. Circle spelling പറഞ്ഞേ. CLE. Okay, good. Joel. Square spelling പറഞ്ഞേ ജോയലേ. Square. Q. A-R-E. Okay, good. ഷെഹബറ ട്രയാങ്കിൾ സ്പെല്ലിംഗ് പറഞ്ഞോളൂ. റെക്ടാങ്കിൾ അല്ല, ട്രയാങ്കിൾ. ഏയ് ഷെഹബറ നോക്കല്ലേ, ടെക്സ്റ്റ് ബുക്ക് അടിച്ചു നോക്ക്. ട്രയാങ്കിൾ മിസ് നോക്ക്, എന്നിട്ട് ആൻസർ പറ. നോക്കല്ലേ ഷെഹബറ, ടെക്സ്റ്റ് ബുക്ക് നോക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. ട്രയാങ്കിൾ സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞേ. ട്രയാങ്കിളിന്റെ വേറെ ആരും സംസാരിക്കരുത്, എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. L തെറ്റി. ഷഹബറ ഒരു 10 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതണേ, എന്നിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ. ട്രയാങ്കിൾ കേട്ടോ. ഓക്കെ മിസ്, അത് മദ്രസയിലത്തെ ക്ലാസ് നമുക്ക് രാവിലെ കാണാൻ പറ്റൂല, അതുകൊണ്ട് രാത്രി ഞാൻ കാണല, അതുകൊണ്ട് പഠിക്കാൻ മറന്നുപോയി. പഠിക്കാൻ മറന്നുപോയോ? നീയല്ലേ ഫസ്റ്റ് പറഞ്ഞത് ഞാനെല്ലാം പഠിച്ചു പറഞ്ഞിട്ടേ? നീയല്ലേ പറഞ്ഞത്, വേറെ ആരാ പറഞ്ഞേ? ഞാനെല്ലാം പഠിച്ചു മിസ്സേന്ന്. ആരാ ഡാനിയലിനെ അടിക്കാൻ പോന്നേ? ഡാനിയലിനെ ആരെങ്കിലും അടിക്കാൻ വരുന്നുണ്ടോടാ? നോ നോ നോ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഡാനിയൽ തന്നെ പറഞ്ഞോ. സർക്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു മോനെ. ഓക്കെ. CIRCLE. ഓക്കെ ഗുഡ്. അഫ്രാസ് എവിടെ? അഫ്രാസ് വീഡിയോ ഒന്നും ഓൺ ആക്കുന്നില്ലല്ലോ. താങ്ക് യു. ഓക്കെ അഫ്രാസ് വീഡിയോ ഓഫ് ആക്കിട്ട് പഠിക്കുകയാണോ? ട്രയാങ്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ അഫ്രാസേ.
ട്രയാങ്കിളാ. ഒന്നുകൂടി പറഞ്ഞേ സ്പെല്ലിങ്. ഓക്കെ ഗുഡ്. നീ ആരെങ്കിലും ഇടക്കിടക്ക് നോക്കുന്നത്? നിന്നെ ആരോ പേടിപ്പിക്കുന്നുണ്ടല്ലേ അവിടുന്ന്? ഓഫ്ലൈൻ ക്ലാസ് തന്നെ മതിയല്ലേ? വീട്ടിൽ നിന്ന് അമ്മമാര് നിങ്ങളെ തല്ലുന്നുണ്ടല്ലേ? പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തല്ലുന്നുണ്ടോ? തല്ലുന്നുണ്ടെങ്കിൽ മിസ്സിനോട് പറഞ്ഞേ. മിസ്സിനോട് പറഞ്ഞേക്ക് കേട്ടോ. മിസ്സിന് മെസ്സേജ് അയച്ചേ, മിസ്സേ എന്നെ ഇവിടുന്ന് അടിക്കുന്നു എന്ന് പറഞ്ഞേട്ടോ. മിസ് വരാം അങ്ങോട്ടേ. അമ്മമാര് പറയുന്നത് അനുസരിച്ചാ മതി കേട്ടോ. എന്നാ അവർ തല്ലില്ല. ഓക്കെ. ഇർഷാദേ സ്പെല്ലിംഗ് പഠിച്ചായിരുന്നോ? ഇർഷാദ് പഠിച്ചിട്ടുണ്ടോ? ഇർഷാദ്. ദീക്ഷിത് പറഞ്ഞ മോനെ ട്രയാങ്കിളിന്റെ സ്പെല്ലിങ്. ഇർഷാദ് അടുത്ത പ്രാവശ്യം പറയണം. ദീക്ഷിത് ട്രയാങ്കിളിന്റെ സ്പെല്ലിങ് പറഞ്ഞ ദീക്ഷിത്. ഓക്കെ ഗുഡ്. എന്റെ കയ്യിൽ ദീക്ഷിതിന്റെ കയ്യിൽ എന്തോ ഉണ്ടോ? എന്താ അവിടെയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന? പെൻസിലിൽ ചെത്തിയിട്ടോ? ദീക്ഷിത് എന്താണ് അവിടുന്ന് ചെയ്യുന്നത് ഇടക്കിടക്ക്? അമൃത റെക്ടാങ്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ അമൃത. rectangle. Thank you. ഓക്കെ ഗുഡ്. ഇർഷാദേ ഇർഷാദ് സർക്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. ഇർഷാദ് സ്പെല്ലിംഗ്. ആരാ പറഞ്ഞു തന്നേ? ആരാ പറഞ്ഞു തന്നേ മോനെ? വേം പറഞ്ഞോ. ആരാ ഇർഷാദിന് ആൻസർ പറഞ്ഞേ? ഉമ്മയാണോ ബ്രദറാണോ പറഞ്ഞേ? അപ്പൊ ഇർഷാദ് പഠിച്ചില്ല? അതെയോ? ഇന്ന് ഓക്കെ. ഇന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ പഠിക്കണേ. പഠിച്ചിട്ട് എഴുതി നോക്കണേ. ഓക്കെ. സാവിയോ റെഡിയാണോ? സാവിയോ സ്ക്വയറിന്റെ സ്പെല്ലിംഗ് പറയാമോ? ഓക്കെ ഗുഡ്. ഓക്കെ ഗുഡ്. അദീന ട്രയാങ്കിളിന്റെ സ്പെല്ലിംഗ്. ട്രയാങ്കിൾ. ട്രയാങ്കിളാ പറഞ്ഞ, റെക്ടാങ്കിൾ അല്ല മോളെ. ട്രയാങ്കിള്. അയ്യില്ലേ? ഐ പോയോ? ഐ ചായ കുടിക്കാൻ പോയോടാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയോ? ഒന്നുകൂടി പറഞ്ഞ സ്പെല്ലിംഗ് മുഴുവനും. ഒന്നുകൂടി ട്രയാങ്കിളിന്റെ സ്പെല്ലിംഗ് മുഴുവനും പറഞ്ഞ്, സംശയമില്ലാതെ ഡൗട്ട് ഇല്ലാതെ പറഞ്ഞ്. ഡൗട്ട് ഉണ്ടോ? ട്രയാങ്കിളിന്റെ സ്പെല്ലിംഗ് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഫാത്തിമ വീട്ടിലെത്തിയോ? ഞാൻ വയക്കര വീട്ടിലെത്തി അല്ലേ? പഠിച്ചായിരുന്നോ സ്പെല്ലിങ്? ട്രാവൽ ചെയ്യുമ്പോ സ്പെല്ലിംഗ് പഠിച്ചോ? സർക്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. ഓക്കെ ഗുഡ്. ട്രാവൽ ചെയ്താലും പഠിച്ചു അല്ലേ? ഓക്കെ. അൻവിത
സ്ക്വയറിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ മോളെ അൻവിത. ഓക്കെ. ഏഞ്ചൽ ബെന്നി റെക്ടാംഗിളിന്റെ സ്പെല്ലിംഗ് പറയാമോ? ഒന്നുകൂടി പറഞ്ഞു മോനെ, ഒന്നുകൂടി പറഞ്ഞു മോളെ. റെക്ടാംഗിൾ. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ കിട്ടും. ഓക്കെ, അപ്പൊ റെക്ടാംഗിൾ ആയി. ബാക്കി അലൻ ജോസഫ് രാവിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ മോനെ? അലനെ 8:30 ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ടോ മോനെ? സ്ക്വയറിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. ഓക്കെ, ഗുഡ്. മുഹമ്മദ് റയാൻ PP. റയാൻ ട്രയാങ്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. ട്രയാങ്കിൾ. ആരെ ഹെൽപ്പ് ചെയ്തേ? ഉമ്മയാണോ? അടി തീർന്നു പറയണേ ഉമ്മയോട്. ഓക്കെ, നെക്സ്റ്റ് ദേവാങ്ക്. സർക്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. സർക്കിൾ ആണോ? സർക്കിൾ എസ് അല്ലല്ലോ. ടെക്സ്റ്റ് ബുക്ക് നോക്കല്ലേ, എന്നെ നോക്ക്, മിസ്സിനെ നോക്ക്. ദേവാങ്കേ സി കഴിഞ്ഞിട്ട് 6 ആണോടാ? ഒരു 10 പ്രാവശ്യം എഴുതിക്കോട്ടോ. ഇമ്പോസിഷൻ എങ്ങനെയാ സർക്കിൾ സ്പെല്ലിംഗ് ചെയ്താ? CIRCLE. ഓക്കെ. അപ്പൊ ഷഹബറക്ക് കിട്ടി ഇമ്പോസിഷൻ, ദേവാങ്കിന് കിട്ടി. ഇനി ആർക്കാ നോക്കട്ടെ? ഇനി ആരാ ചോദിക്കാൻ ബാക്കിയുള്ളത്? അനുഗ്രഹ, ബിയോണ രാവിലെ ഉണ്ടായിട്ടില്ല, അതിനോട് ചോദിച്ചു. സാവിയോട് ചോദിച്ചില്ലേ? ആയിഷിനോട് ചോദിച്ചോ മോനെ? ഇല്ലല്ലോ. റെക്ടാംഗിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ. റെക്ടാംഗിള് പറഞ്ഞോ. ജി ഇല്ലേ? ഒന്നുകൂടി പറഞ്ഞേ. പോയി, ആകെ പോയി. അതിൽ 1-2 സ്നാക്സ് തിന്നാൻ പോയോ? ഒന്നുകൂടി പറഞ്ഞേ. ലാസ്റ്റ് ചാൻസ് ഒന്നും കൂടി പറയാം. പോയി മോനെ. റെക്ടാംഗിൾ എഴുതണേ 10 പ്രാവശ്യം കേട്ടാ. ഓക്കെ,
ജിയാ റോസിനോട് ചോദിച്ചോളെ. നോ. ട്രയാങ്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. ട്രയാങ്കിള് TRIANGLE. ഓക്കെ ഗുഡ്. നൈല, നൈല സ്ക്വയറിന്റെ സ്പെല്ലിംഗ് പറയാമോ? ഓക്കെ ഗുഡ്. ഹാദിയോട് ചോദിച്ചില്ലല്ലോ. ഹാദിയ നോ. ട്രയാങ്കിൾ സ്പെല്ലിംഗ് പറഞ്ഞേ. ട്രയാങ്കിള് അൺമ്യൂട്ട് ചെയ്യുമോളെ. അൺമ്യൂട്ട് ചെയ്ത് പറ. TRIANGLE. ഓക്കെ ഗുഡ്. ഇനി ആരെങ്കിലും ചോദിക്കാൻ ബാക്കിയുണ്ടോ? മിസ് ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ഒന്ന് മിസ്സിനോട്. സെറനോടെ ഫസ്റ്റ് ചോദിച്ചില്ലേ? ഓർമ്മയില്ലേ? ഫസ്റ്റ് നിന്നോടല്ലേ ചോദിച്ചേ? ഓ മുഹമ്മദ് മുംതാസി ഉണ്ടല്ലേ. മുംതാസി പറഞ്ഞു ട്രയാങ്കിൾ പറഞ്ഞേ. ഈ എവിടുന്ന് വന്നു? ഓക്കെ, ഒന്നുകൂടി പറയാമോ? സംശയമുണ്ടോ? ഒന്നുകൂടി പറഞ്ഞേ. ഓക്കെ, എന്നാലും കംപ്ലീറ്റ് ആയില്ല. എന്തൊരു ഡൗട്ട് ഉണ്ട് അത്ര അല്ലേ? എവിടേക്കോ അക്ഷരങ്ങൾ മാറിപ്പോന്നോ സംശയമുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും ചോദിക്കാൻ ബാക്കിയുണ്ടോ? നിവേദ്യയോട് ചോദിച്ചില്ലേ മോളെ? സർക്കിൾ പറഞ്ഞോ നിവേദ്യ. സർക്കിൾ ഓക്കെ. ഇനി ആരും ഇല്ലല്ലോ ചോദിക്കാൻ? വിട്ടുപോയവർ ആരും ഇല്ലല്ലോ? ഇപ്പൊ 1-2 പേർക്ക് ഷയാനോട് ചോദിച്ചില്ലേ മോനെ? ഷയാനെ ട്രയാങ്കിൾ പറഞ്ഞോ. ട്രയാങ്കിള് GLE. ഓക്കെ ഗുഡ്. മുഹമ്മദ് ഹാദി ഹൈദറിനോട് ചോദിച്ചിട്ടില്ലേ? ഹാദി ചോദിച്ചായിരുന്നോ? മിസ് ചോദിച്ചോ ഹാദിയോട്? നോ. സ്ക്വയർ പറഞ്ഞേ. ഓക്കെ ഗുഡ്. അപ്പോ എല്ലാരും ആയി അല്ലേ? അപ്പൊ മിസ് ചോദിച്ചപ്പോഴേ കുറച്ചു പേര് കള്ളന്മാരെന്നല്ലേ? മിസ് ചോദിച്ചപ്പോഴേ ദേവർഷയോട് ചോദിച്ചില്ലേ മോളെ? ദേവർഷ ചോദിച്ചില്ലേ? എന്നാ എന്നോട് പറയണ്ടേ? പറഞ്ഞേ സ്ക്വയറിന്റെ സ്പെല്ലിങ്. സ്ക്വയർ അഫ്രാസ് അൺമ്യൂട്ട്. അല്ല മ്യൂട്ട്. എവിടെ പോയി ദേവർഷ? കാണുന്നില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചത് മിസ് പറയട്ടെ. മിസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടല്ലേ സ്പെല്ലിംഗ് പഠിക്കാൻ പറഞ്ഞേ അല്ലേ? നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടല്ലേ മിസ് പറഞ്ഞേ? പഠിക്കാൻ വേണ്ടിട്ട് ദേവർഷ ഓക്കെ ആയോ മോളെ? റെഡിയാണോ? എന്ത് പറ്റി? മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നേ ദേവർഷ? സ്ക്വയർ എന്നതിന്റെ സ്പെല്ലിംഗ് പറ മോളെ ദേവർഷ. SQUERE.
ഓക്കെ, മിസ്സിന് ക്ലിയർ ആയിട്ട് കേട്ടില്ല. ക്ലാസ് കഴിയാനായോ ഇപ്പൊ ക്ലാസ് കഴിയും. ഓക്കെ, നെറ്റിന്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു മോളെ. ഓക്കെ, അപ്പൊ മിസ് പറയാൻ പോകുന്ന എന്താണെന്നറിയോ? മിസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, സ്പെല്ലിങ് പഠിച്ചു വെക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷെ കുറച്ച് പേര് അവിടെ ഇവിടെ നോക്കി പറഞ്ഞു, കുറച്ച് പേര് അമ്മമാര് പറഞ്ഞു തന്നു, ചേട്ടന്മാര് പറഞ്ഞു തന്നു അല്ലേ? നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അവര് പറഞ്ഞുതരാൻ വരുമ്പോ അവരോട് പറയണം, എനിക്ക് പറഞ്ഞു തരണ്ട, ഞാൻ പഠിച്ചോളൂ എന്ന് പറയണം കേട്ടോ. നിങ്ങൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് മിസ്സിനോട് പറഞ്ഞാ മതി. അവര് തരുമ്പോ നിങ്ങൾ പറഞ്ഞുതരാൻ പാടില്ല കേട്ടോ. അവരോട് പറയണം, നിങ്ങൾ ഹെൽപ്പിനൊന്നും വരണ്ടെന്ന് പറയണം കേട്ടോ. എന്നിട്ട് ഏതാണോ മക്കൾക്ക് കിട്ടാത്തത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രീ ടൈമിൽ എഴുതി പഠിക്കണം. ഓക്കെ, റെഡിയല്ലേ നിങ്ങള്? കാരണം അവരിപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്താലേ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഒറ്റക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ കൂടെ അമ്മയോ ഏട്ടനോ വന്നിരിക്കോ എക്സാമിൽ അറ്റൻഡ് ചെയ്യുമ്പോ? ഇല്ലല്ലോ, നമ്മൾ തന്നെ പഠിക്കണ്ടേ. അപ്പൊ അവര് ചെയ്യുന്നത് ദ്രോഹാണ്. എന്റെ മക്കളെ ദ്രോഹിക്കുക അവർ ചെയ്യുന്നു കേട്ടോ. അവർക്ക് ഇനി അടിയാൻ കൊടുക്കും അടുത്ത് വന്നിരുന്നാല്. ഓക്കെ, അപ്പൊ ആരും ഹെൽപ്പ് ആവശ്യമില്ല. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ മിസ്സിനോട് തുറന്ന് പറയാം, മിസ്സേ ഞാൻ ഇന്ന് പഠിച്ചിട്ടില്ല, അടുത്ത ദിവസത്തേക്ക് പഠിക്കാന്ന് പറഞ്ഞിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? പേജ് നമ്പർ 140 എടുക്കുക. നമുക്ക് അതിലെ എല്ലാ വർക്കുകളൊന്നും പറയാൻ പറ്റില്ല, അതിൽ ഇമ്പോർട്ടൻസ് മാത്രം മിസ് വേഗം പറഞ്ഞു വിടുകയാണ് കേട്ടോ. 140 ഇത് കണ്ടോ നിങ്ങള്? അതിന്റെ മുകളിലുണ്ട് എന്ത്? അതിന്റെ മുകളിൽ കണ്ടോ? Squares, rectangles, triangles and circles are called flat shapes. Squares mute ചെയ്തേ, മിസ് പറഞ്ഞ ശ്രദ്ധിക്കേ. Squares, rectangles, triangles, circles ഇതിനൊക്കെ മുഴുവനും വിളിക്കുന്ന പേരാണ് ഫ്ലാറ്റ് ഷേപ്സ് എന്ന് വിളിക്കും. എന്താ പേര്? മുഴുവനായിട്ട് പറഞ്ഞ പേരെന്താണ്? Flat shapes. A flat shape is also called a plan shape. ഈ ഫ്ലാറ്റ് ഷേപ്പ് ഉള്ളതിനെ നമ്മൾ പ്ലാൻ ഷേപ്പ് എന്നും പറയും. പ്ലാൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വിമാന രൂപം, വിമാനത്തിന്റെ മോഡൽ, എയറോപ്ലെയിൻ മോഡൽ. All plan shapes except circles have sides and corners. നമുക്ക് ഓരോ ഷേപ്പിനും ഓരോ കോർണേഴ്സ്, കോർണർ എന്ന് പറഞ്ഞാൽ മൂലകള്, വശങ്ങളുണ്ട്, മൂലകളുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ താഴെ how many corners and side do these flat shapes have? ഓരോ പിക്ചറിന്, ഓരോ ഷേപ്പിനും എത്ര മൂലകള്, എത്ര കോർണേഴ്സ്, അതുപോലെ എത്ര സൈഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്ക്വയർ കൊടുത്തു. സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സൈഡ് എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ? ബ്ലൂ കളറിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതാണ് സൈഡുകള്. അത് എത്ര ഉണ്ട് സ്ക്വയറില്? 4. അതുപോലെ റോസ് കളറിൽ കൊടുത്തിരിക്കുന്ന ഡോട്ട് കണ്ടോ നിങ്ങള്? അതാണ് എന്ത്? കോർണർ. കോർണർ. അപ്പൊ സ്ക്വയറിൽ എത്ര കോർണർ ഉണ്ടെന്ന് കണ്ടി നോക്കിയേ. 4. All remember, എന്താ ഓർമ്മിക്കേണ്ടത്? സ്ക്വയർ എന്ന് പറഞ്ഞാല് all 4 sides are equal. All 4 sides are equal. Equal ആയിട്ടാണ് ഉണ്ടാവുക 4 വശവും അല്ലേ? 4 വശവും തുല്യമായിട്ടാണ് ഉണ്ടാവുക. കണ്ടു അപ്രാസെ? കണ്ടു. മിസ് ഇത് കാര്യമായിട്ട് പറയട്ടെ. അപ്പൊ 4 വശവും ഈക്വൽ ആയിട്ട് നിൽക്കും. ഏതിന്? നമ്മുടെ സ്ക്വയറിന്. അത് നിങ്ങൾ ഇനി മറക്കരുത്. ഈ പാഠഭാഗം ഇന്ന് തീർക്കാൻ പോവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിങ്ങളത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന് എത്ര സൈഡ് ഉണ്ട് നോക്കിയേ? 4 സ്ട്രെയിറ്റ് ലൈൻ എത്ര ഉണ്ട് നോക്കിയേ? 1 2 3 4. അപ്പൊ കോർണർ എത്ര ഉണ്ട്? റോസില്
റോസ് ഡോട്ട് എത്ര ഉണ്ട്? 3 ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് കോളത്തില് ബോക്സില് 4 എഴുതാ, സെക്കൻഡ് ബോക്സിലും 4 എഴുതാ. റെക്ടാങ്കിളിനും 4 കോർണേഴ്സ് ആൻഡ് 4 സൈഡ്സ് അല്ലെ, 4 വശങ്ങളും 4 മൂലകളും ഉണ്ട്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. റെക്ടാങ്കിളിന് ഓപ്പോസിറ്റ് സൈഡുകളാണ് എങ്ങനെ ഉണ്ടാവുക? ഈക്വൽ ആയിട്ട്, സെയിം ആയിട്ട് ഉണ്ടാവുക, തുല്യ അളവില്. ഓക്കെ, ക്ലിയർ ആയോ? മിസ്സിന്റെ ഫോൺ കണ്ടോ? മിസ്സിന്റെ ഫോണിൽ കണ്ടോ? ഇത് റെക്ടാങ്കിൾ ആണ് അല്ലേ? ഇതും ഈ സൈഡും ഈക്വൽ ആണ്. ഇതും എന്താണ്? ഈക്വൽ ആണ്, സെയിം ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതാണ് എന്ത്? റെക്ടാങ്കിൾ. മക്കളെ, നിങ്ങൾ മിസ് പറഞ്ഞതിനിടയിൽ നിങ്ങൾ വീട്ടുകാരോട് സംസാരിച്ചിരിക്കല്ലേ? ഓക്കെ, നെക്സ്റ്റ് ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന് എത്ര വശങ്ങളേ ഉള്ളൂ? എത്ര കോർണറുകളും എത്ര സൈഡും ഉണ്ട്? എണ്ണി നോക്കിയേ. 3 ആണല്ലേ? അപ്പൊ എത്ര കോർണറുകൾ ഉണ്ട്? 3. എത്ര സൈഡ് ഉണ്ട്? 3 ആണല്ലേ? അപ്പൊ 3 അതായത് കോർണർ എന്നുള്ളിടത്ത് 3 വരും, സൈഡ് എന്നുള്ളിടത്തും 3 വരും. Its sides may or may not be equal. ട്രയാങ്കിളിന് 3 വശങ്ങൾ ഉണ്ടല്ലേ, 3 സൈഡ്, 3 കോർണറുകളൊക്കെ ഉണ്ട്. ചിലപ്പോ അത് തുല്യമായിട്ട് വരാം, അല്ലെങ്കിൽ തുല്യമല്ലാതെയും വരാം. പക്ഷെ 3 വശങ്ങൾ മാത്രമേ ഇതിനുണ്ടാവുള്ളൂ ട്രയാങ്കിളിന്. മറന്നു പോവോ? നെക്സ്റ്റ്, സർക്കിളിന് കോർണറും സൈഡും ഉണ്ടോ? നോ, ഇല്ല അല്ലെ? സർക്കിളിന് കോർണറോ സൈഡോ ഇല്ല. അപ്പൊ അത് നേരെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് നോ സൈഡ്സ് ഓർ കോർണേഴ്സ്. ഇതിന് സൈഡുകളോ വശങ്ങളോ മൂലകളോ ഒന്നും ഇല്ല. ഏതിനാ ഇല്ലാത്തത്? സർക്കിളിന്. കേട്ടല്ലോ? സർക്കിളിനാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. നെക്സ്റ്റ്, ഇനി ഏത് പേജ് എടുക്കണ്ടെന്നറിയോ? പേജ് നമ്പർ 145. എന്താ മോളെ? മിസ് പറയുന്നൊന്ന് കേൾക്കാമോ? ബാക്കിയുള്ളൊരു മ്യൂട്ട് ചെയ്തേ. എല്ലാരും മ്യൂട്ട് ചെയ്ത്. മിസ് ഇപ്പൊ പറഞ്ഞ പേജ് നമ്പർ 145. 140 കഴിഞ്ഞാല് ബാക്കിയുള്ളവ നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അത് ഇമ്പോർട്ടന്റ് അല്ല. ഇനി നമുക്ക് പേജ് നമ്പർ 145 എടുത്താ മതി. 44 വേണ്ട, അത് ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനും കർവ്ഡ് ലൈൻസും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാകുന്ന ലൈൻ അല്ലേ? സ്കെയിൽ വെച്ച് വരക്കുന്ന അങ്ങനെയുള്ള വരകളാണ് എന്ത്? സ്ട്രെയിറ്റ് ലൈൻ. കുറച്ച് ലൂസിലാണെങ്കിൽ എന്താണത്? കർവ്ഡ് ലൈൻസ്. അത് ഓർമ്മിച്ചാൽ മതി. പേജ് നമ്പർ 145 വാട്ട് വിൽ കം നെക്സ്റ്റ്? ഡ്രോ ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? ഷഹബറ കഴിഞ്ഞ് ബിയോണ, ഷഹബറ കഴിഞ്ഞ് ബിയോണ, ഷഹബറ കഴിഞ്ഞ് ബിയോണ. അപ്പൊ ഷഹബറ കഴിഞ്ഞ് പിന്നെ ആരായിരിക്കും? ബിയോണ അല്ലേ? അപ്പൊ അതുപോലെ വാട്ട് വിൽ കം നെക്സ്റ്റ്? ഡ്രോ ഇറ്റ്. 3 നമ്മൾ അവിടെ വരക്കാനുണ്ട്. ഏതൊക്കെയുണ്ട്? സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിള്. സ്ക്വയർ, ട്രയാങ്കിള്. ഇനി എന്നാ വരക്കേണ്ടത്? നമ്മൾ അവിടെ എന്ത് സ്ക്വയർ. സ്ക്വയർ കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ വരക്കേണ്ടത്? സർക്കിൾ. സർക്കിൾ? അതിൽ സർക്കിൾ ഉണ്ടോ? അതിൽ സർക്കിൾ ഉണ്ടോ? ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ. ഗുഡ്. നെക്സ്റ്റ് ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്താ വരക്കേണ്ടത്? സർക്കിൾ എന്ന് പറയല്ലേ, ഞാൻ സർക്കിളിന്റെ കാര്യേ പറഞ്ഞിട്ടില്ല. സ്ക്വയർ കഴിഞ്ഞ് ട്രയാങ്കിൾ. പിന്നെ വരക്കേണ്ടത്
സ്ക്വയർ. സ്ക്വയർ. ഫസ്റ്റ് വരയ്ക്കേണ്ടത് സ്ക്വയർ ആണ്. നെക്സ്റ്റ് പിക്ചർ എന്താണ്? ട്രയാങ്കിൾ ആണ്. നെക്സ്റ്റ് വീണ്ടും സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. സ്ക്വയർ ട്രയാങ്കിൾ സ്ക്വയർ ട്രയാങ്കിൾ സ്ക്വയർ ട്രയാങ്കിൾ സ്ക്വയർ. ഓക്കെ, മനസ്സിലായോ? അത് നിങ്ങൾ അവിടെ പിക്ചർ വരച്ചിട്ട് കളർ കൊടുക്കണം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ താഴെയുള്ള വർക്കുകൾ ചെയ്യേണ്ടത് എന്തൊക്കെയുണ്ട്? ബ്ലൂ കളറിൽ സർക്കിൾ ഉണ്ട്, റെഡ് കളറിൽ സർക്കിൾ ഉണ്ട്, ബ്ലൂ കളറിൽ സർക്കിള്, റെഡ് കളറിലെ സർക്കിൾ. അപ്പൊ വീണ്ടും ഏതാ വരുക? ബ്ലൂ കളറിലെ സർക്കിൾ വരും, റെഡ് കളറിലെ സർക്കിൾ സെക്കൻഡ് വരും, പിന്നെ വീണ്ടും ബ്ലൂ കളറിലെ സർക്കിൾ വരക്കാം കേട്ടോ. എല്ലാം സർക്കിൾ ആണ്, പക്ഷെ കളർ വ്യത്യാസം മാത്രം. ഓക്കെ, നെക്സ്റ്റ് റെക്ടാങ്കിൾ വന്നു അല്ലെ? എല്ലാം റെക്ടാങ്കിൾ ആണ്, പക്ഷെ എങ്ങനെയുള്ള റെക്ടാങ്കിൾ ആണ്? ഒന്ന് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന റെക്ടാങ്കിൾ ആണ് അല്ലെ? മിസ് ഫോൺ പിടിച്ചതുപോലെ. നെക്സ്റ്റ് അടുത്ത റെക്ടാങ്കിൾ ഇങ്ങനെയാണ്, അപ്പൊ അടുത്ത റെക്ടാങ്കിൾ വീണ്ടും ഇങ്ങനെ. അപ്പൊ പിന്നെ നെക്സ്റ്റ് റെക്ടാങ്കിൾ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ അല്ലേ? കണ്ടോ നിങ്ങള്? ഓക്കെ. നെക്സ്റ്റ് അതുപോലെ ട്രയാങ്കിൾ അങ്ങനെ തന്നെ, പക്ഷെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡ്, പിന്നെ വീണ്ടും സ്ട്രൈറ്റ്, പിന്നെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ട്രയാങ്കിൾ ആണ്, പക്ഷെ അത് മോഡൽ തിരിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യാ.